Hello students, Kerala University S1 Physicsum S1 Chemistryയിലും കോംപ്ലിമെൻ്ററി പേപ്പറായ മാത്തമാറ്റിക്സിനകത്ത് ഇപ്പോൾ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. S1 ഫിസിക്സിനും S1 കെമിസ്ട്രിക്കും 4 മോഡ്യൂൾ വീതമാണ് ഉള്ളത്. 2 ക്ലാസ്സിനും കോമൺ ആയിട്ട് 3 മോഡ്യൂളുണ്ട്. പിന്നെ ഫിസിക്സിന് ഒരു മോഡ്യൂൾ വേറെ, കെമിസ്ട്രിക്ക് ഒരു മോഡ്യൂൾ വേറെ ഉണ്ട്. ഫിസിക്സിനകത്താണെങ്കിൽ മോഡ്യൂൾ 1 ഡിഫറൻസിയേഷൻ വിത്ത് ആപ്ലിക്കേഷൻ ടു ഫിസിക്സ് ആണ് ഫസ്റ്റ് മോഡ്യൂൾ. എന്നാൽ കെമിസ്ട്രി ആകുമ്പോൾ സെയിം ടോപ്പിക്ക് തന്നെ ഡിഫറൻസിയേഷൻ വിത്ത് ആപ്ലിക്കേഷൻ ടു കെമിസ്ട്രി ഉണ്ട്. അതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഫിസിക്സിനും കെമിസ്ട്രിക്കും കോമൺ ആണ്. മൊഡ്യൂൾ 3 ആവുമ്പോൾ ഇൻഫിനിറ്റ് സീരീസ് ആൻഡ് ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഫിസിക്സിന് മാത്രമേ ഉള്ളൂ. വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്നത് ഫിസിക്സിനും കെമിസ്ട്രിക്കും കോമൺ ആയിട്ടുണ്ട്. എന്നാൽ കെമിസ്ട്രി ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊഡ്യൂൾ 1 ഇപ്പോൾ ഫിസിക്സിൻ്റെ കൂട്ട് തന്നെയാണ്. മൊഡ്യൂൾ 2 അത് മാത്രം കെമിസ്ട്രിക്ക് മാത്രമായിട്ടുള്ളതാണ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ്. തേർഡ് മോഡ്യൂൾ ബേസിക് വെക്ടർ ഓൾജിബ്ര, അത് ഫിസിക്സിനും കെമിസ്ട്രിക്കും കോമൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസിക് ഇൻ്റഗ്രേഷൻ വിത്ത് ആപ്ലിക്കേഷൻ ടു കെമിസ്ട്രി, അത് ഫിസിക്സിനും കെമിസ്ട്രിക്കും കോമൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 2 ക്ലാസ്സിലെ മാത്സിൻ്റെ പരീക്ഷയ്ക്ക് കോമൺ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഒന്നിച്ച് പറയുകയാണ്. നിങ്ങൾ അതാത് കാര്യങ്ങൾ മാത്രം എടുക്കുക. കോമൺ ആയിട്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കും 3 മോഡ്യൂൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒന്നിച്ചങ്ങ് പറയുകയാണ്. ഫിസിക്സ് കെമിസ്ട്രി സ്റ്റുഡൻസ് ഇത് മൊത്തം കേൾക്കുക കേട്ടോ, കുറച്ച് സമയമുള്ളൂ. അപ്പം 2 ക്ലാസ്സുകാരും ഇത് കേൾക്കുക. അപ്പോൾ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ കാര്യമാണ്. ഡിഫറൻസിയേഷൻ വിത്ത് ആപ്ലിക്കേഷൻസ് ടു ഫിസിക്സ്. ഇതിനകത്ത് ഡിഫറൻസിയേഷൻ ഓഫ് പ്രോഡക്ട്സ് ഓഫ് ഫങ്ഷൻസ്, ചെയിൻ റൂള്, കോഷ്യൻസ്, ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ലെബനിസ് തിയറം, സ്പെഷ്യൽ പോയിൻറ്റ്സ് എസ്പെഷ്യലി സ്റ്റേഷനറി പോയിൻറ്റ്സ്, കർവേച്ചർ, തിയറംസ് ഓഫ് ഡിഫറൻസിയേഷൻ, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ലെബനിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. പാർട്ട് എയിൽ ചോദിക്കാം. ലെബനിസ് തിയറം വെച്ചുള്ള പ്രോബ്ലംസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ. ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രലൊക്കെ ചെയ്യുന്ന ഓർമ്മയുണ്ടോ? ലോഗ് എക്സ് ഇൻറ്റു 1 എന്നും പറഞ്ഞ് എഴുതിയിട്ട് ലെബനിസ് തിയറം അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക. പിന്നെ ഡിഫറൻസിയേഷൻ്റെ മെയിൻ റിസൾട്ട് +2 പഠിക്കുമല്ലോ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് റേസ് ടു എന്നിൻ്റെ 1/xൻ്റെ, ലോഗ് എക്സിൻ്റെ, അങ്ങനെ പല ഉണ്ടല്ലോ. അത് മൊത്തം ഒരു പേപ്പറിൽ എഴുതി പഠിക്കുക കേട്ടോ. എന്നിട്ട് അതാണ് നമുക്കിവിടെ എല്ലാം വേണ്ടുന്നത്. അതാണ് പ്രോഡക്റ്റ് റൂൾ ആയാലും ചെയിൻ റൂൾ ആയാലും എല്ലാം ഈ കാര്യങ്ങളെല്ലാം വേണം. ടാൻ എക്സിൻ്റെ, അങ്ങനെ ട്രിഗ്നോമെട്രിക്ക്, അതേപോലെ തന്നെ റൂട്ട് എക്സിൻ്റെ 1/x, 1/√x, ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് കാണാനുള്ളത് ഒന്നിച്ച് ഒരു പേപ്പറിൽ എഴുതി അത് പഠിക്കുക. അത് വെച്ചുള്ള പ്രോബ്ലംസ് പാർട്ട് എയിൽ ഷുവറായിട്ട് ചോദിക്കും. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ്റെ കാര്യവും നിങ്ങളോട് ചോദിക്കും. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷനും അല്ലാതെ സാധാ ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ y = ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നിട്ട് dy/dx ചോദിക്കും. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ എക്സും വൈയും കൂടെ ഒന്നിച്ച് കിടന്നിട്ട് അതിൽ നിന്ന് dy/dx കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ സ്റ്റേഷനറി പോയിൻറ്റ്സ്, അതിനകത്ത് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അതിൻ്റെ പ്രോബ്ലംസ് ഷുവറായിട്ടും ബി പാർട്ട് സി പാർട്ടിലൊക്കെ ചോദിക്കാം. കർവേച്ചർ എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചർ, സർക്കിൾ ഓഫ് കർവേച്ചർ, ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒന്ന് നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം. ഇതിൻ്റെ 2ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഷുവറായിട്ട് ഏതെങ്കിലും ഒന്നിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് എയിൽ ചോദിച്ചിരിക്കും. എന്നിട്ട് വേരിഫൈ മീൻ വാല്യൂ തിയറം, വേരിഫൈ റോൾസ് തിയറം എന്ന് തീർച്ചയായിട്ടും പാർട്ട് ബിയിലോ പാർട്ട് സിയിലോ പാർട്ട് ഡിയുടെ ഒരു പാർട്ടായിട്ടോ ചോദിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടുതലാണ്, ഇരട്ടി ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം മീൻ വാല്യൂ തിയറവും റോൾസ് തിയറവും ചിലപ്പോൾ അത് 2ഉം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്
മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, റോൾസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ലെബനിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. മീൻ വാല്യൂ തിയറം വെച്ച് വെരിഫൈ ചെയ്യാനുള്ള പ്രോബ്ലം, റോൾസ് തിയറം വെച്ച് വെരിഫൈ ചെയ്യാനുള്ള പ്രോബ്ലം അത് പഠിക്കുക. ലെബനിസ് തിയറത്തിൻ്റെ പ്രോബ്ലംസ് ചെയ്യുക. പിന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ചെയിൻ റൂള്, പ്രോഡക്റ്റ് റൂള്, ലെബനിസ് തിയറം ഉപയോഗിച്ച് ലോഗരിതം ഡിഫറൻസിയേഷൻ, അതായത് പവറായിട്ട് വരുമ്പോൾ ഇപ്പോൾ എന്താ സൈൻ എക്സ് റേസ് ടു എക്സ്, ആ പവർ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ആ മൊഡ്യൂളിൽ നിന്നും പ്രധാനപ്പെട്ടതായിട്ട് ചോദിക്കുന്ന ഈ കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ സാഡിൽ പോയിന്റ്, ആ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ എളുപ്പമുള്ള കാര്യങ്ങൾ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എഴുതാൻ സാധിക്കും. ഇനി ഡിഫറൻസിയേഷൻ കണ്ടു. അടുത്ത ഇൻ്റഗ്രേഷനകത്താണെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, റിഡക്ഷൻ ഫോർമുല, ഇൻഫിനിറ്റ് ആൻഡ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്, പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ്, ഇൻ്റഗ്രൽ ഇൻഇക്വാളിറ്റീസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഫൈൻഡിങ് ഏരിയ, വോളിയം. അപ്പോൾ ഇതിനകത്ത് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റഗ്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഇല്ലേ, അതായത് ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ, അതിനകത്ത് ഏരിയയും വോളിയം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, അതായത് വോളിയം ബൈ സ്ലൈസിങ്, ഡിസ്ക് മെത്തേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുക. പിന്നെ അതിനകത്ത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പാർട്ട് ഡിയിലൊക്കെ ചോദിക്കാം. പിന്നെ പോളാർ കോർഡിനേറ്റ്, റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ ചോദിക്കാം. അത് വെച്ചുള്ള പ്രോബ്ലംസും ചോദിക്കാം. അപ്പോൾ അതിനകത്ത് പാർട്ട് എയിൽ മെയിനായിട്ട് ചോദിക്കുന്ന ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ട് ഈ പാർട്സ് ഉപയോഗിച്ച്. പിന്നെ പോളാർ കോർഡിനേറ്റ് ഒക്കെ ചെയ്യാൻ, പിന്നെ ബി പാർട്ടിലും സി പാർട്ടിലും ഒക്കെ ഏരിയ വോളിയം ഒക്കെ കണ്ടുപിടിക്കാൻ, ഡി പാർട്ടിലാണ് ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ പല മെത്തേഡ് പഠിക്കുന്നുണ്ട്. അത് നല്ലതുപോലെ എഴുതി പഠിച്ചാൽ അതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം. നിങ്ങളെ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെ എഴുതി പഠിക്കണം. 2 പ്രാവശ്യം എഴുതി പഠിച്ചാൽ അത് തന്നെ ചോദിക്കാം കേട്ടോ, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ. അപ്പോൾ നിങ്ങൾക്ക് എസ്ഐക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലതാണ്. ഞാൻ മൊഡ്യൂൾ 4 എന്ന് പറയുകയാണ്, കാരണം അതും കെമിസ്ട്രിക്ക് കോമൺ ആയിട്ടുള്ളതാണ്. അത് വെക്ടർ ഓൾജിബ്രയാണ്. സ്കെയിലാർസ് ആൻഡ് വെക്ടേഴ്സ്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ, ബേസിസ് വെക്ടേഴ്സ് ആൻഡ് കമ്പോണൻസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്, സ്കെയിലാർ പ്രോഡക്റ്റ്, വെക്ടർ പ്രോഡക്റ്റ്, സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, ഇക്വേഷൻസ് ഓഫ് ലൈൻസ്, പ്ലെയിൻസ് ആൻഡ് സ്പിയേഴ്സ്, യൂസിങ് വെക്ടേഴ്സ് ടു ഫൈൻഡ് ഡിസ്റ്റൻസ്, distance from a point to line, distance from a point to plane, distance from a line to line, distance from a line to plane. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. ഇതിനകത്ത് കണ്ടോ, ഇക്വേഷൻസ് ഓഫ് ലൈൻ തൊട്ട് ഇങ്ങോട്ടുള്ളത് കുറച്ച് പാടായിരിക്കും. പാടെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പുള്ള കാര്യം നല്ല വൃത്തിക്ക് പഠിക്കുക. ഈ കാര്യം നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ, എളുപ്പമാണെങ്കിൽ പഠിച്ചോ, പാടാണെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് സ്കെയിലാർ പ്രോഡക്റ്റ്, വെക്ടർ പ്രോഡക്റ്റ്, അതായത് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഇല്ലേ, അത് ചെയ്യാൻ പഠിക്കണം. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി മാറി മാറി ചോദിക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഒരു വെക്ടർ എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ, ആംഗിൾ, 2 വെക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ, 2 വെക്ടർ എന്ന് ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ ഈസി ഉള്ള കാര്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇക്വേഷൻ ഓഫ് ലൈൻ നിങ്ങൾ വേണമെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ടേംസ് വരുവാണെങ്കിൽ ആ ഇക്വേഷനെങ്കിലും എഴുതി വെച്ചാൽ അതിൻ്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് നിങ്ങളത് അവോയ്ഡ് ചെയ്ത് ബാക്കി നല്ല വൃത്തിക്ക് പഠിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും കോമൺ ആയിട്ട് വരുന്ന 3 മോഡ്യൂളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഫിസിക്സിന് മാത്രമായിട്ടുള്ള ഒരെണ്ണമാണ് ഇൻഫിനിറ്റ് സീരീസ് ആൻഡ് ലിമിറ്റ്സ്. ഇത് കെമിസ്ട്രി അടുത്ത സെമ്മി പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത്
Definition: summation of series of various type. Arithmetic series, geometric series, arithmetic or geometric series, difference method, series involving natural numbers, transformation of series, convergence of infinite series, absolute convergence, conditional convergence, series containing only real positive terms, alternating series test, operation with series, sum and product, power series, convergence of power series, operations with power series, Taylor series. ടൈലർ സീരീസിൻ്റെ പ്രൂഫ് ഇല്ല, പക്ഷേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് മാക്ലോറിൻ സീരീസ്, അപ്രോക്സിമേഷൻ എറേഴ്സ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ അരിത്തമെറ്റിക് സീരീസ്, ജോമെട്രിക് സീരീസ്, അരിത്തമെറ്റിക് ജോമെട്രിക് സീരീസില്ലേ, അതിൻ്റെ സമ്മ് കാണാനുള്ള പ്രോബ്ലംസ്, നിങ്ങളെ പഠിപ്പിച്ച പ്രോബ്ലംസ് നല്ല വൃത്തിക്ക് പഠിക്കുക. പിന്നെ അബ്സല്യൂട്ട് കൺവേർജൻസ് എന്താ, കണ്ടീഷണൽ കൺവേർജൻസ് എന്താ, അതിൻ്റെ ഡെഫിനിഷന് പാർട്ട് എയിൽ ചോദിക്കാം. അതിൻ്റെ പ്രോബ്ലംസ് തീർച്ചയായിട്ടും അത് ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ പവർ സീരീസ്, ടൈലർ സീരീസ്, മാക്ലോറിൻ സീരീസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മാക്ലോറിൻ സീരീസ് ഓഫ് സൈൻ എക്സ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ മാക്ലോറിൻ സീരീസ്, ടൈലർ സീരീസ്, അതിൻ്റെ ജനറൽ ഒരു ഇക്വേഷൻ ഇല്ലേ, അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം എഴുതി പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ആ ഇക്വേഷൻ എഴുതിയാൽ തന്നെ അതിൻ്റെ മാർക്ക് കിട്ടുന്നതാണ്. ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിൽ അതിൻ്റെ ഷുവർ ഒരു പ്രോബ്ലം കാണും. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ പ്ലസും മൈനസും മാറി മാറി വരുന്ന സീരീസാണ്. അത് ചെയ്യുന്നത് എന്താ, അത് ഡിക്രീസിങ്ങും അതിൻ്റെ എന്ത് ടേം 0 പോവുകയാണെങ്കിൽ ആ സീരീസ് കൺവെർജൻ്റ് ആണെന്ന് പറയുന്നത് ആണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് പഠിക്കുക കേട്ടോ. നമുക്ക് കെമിസ്ട്രിയുടെ കാര്യം കൂടെ പറയാം. കെമിസ്ട്രിക്ക് ഞാൻ പറഞ്ഞ ഈ 3 മോഡ്യൂൾ, ഡിഫറൻസിയേഷൻ പറഞ്ഞു, ബേസിക് വെക്ടർ ഓൾജിബ്ര പറഞ്ഞു, അതേപോലെ തന്നെ ബേസിക് ഇൻ്റഗ്രേഷൻ പറഞ്ഞു. ഇനി കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ആണ്. അതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ ബേസിക് ഓപ്പറേഷൻസ്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, മോഡുലസ് ആൻഡ് ആർഗ്യുമെൻറ്റ്, മൾട്ടിപ്ലിക്കേഷൻ, കോംപ്ലക്സ് കോൺജുഗേറ്റഡ് ഡിവിഷൻ, പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇൻ പോളാർ ഫോം, ഡി മൂവീസ് തിയറം, trigonometric identities, finding the nth term of unity, solving polynomial equations, complex logarithms and complex powers, applications to differentiation and integration, hyperbolic functions, definition, hyperbolic trigonometric analogies, identities of hyperbolic functions, solving hyperbolic equation, inverses of hyperbolic functions, calculus of hyperbolic functions. അപ്പോൾ ഈ മോഡ്യൂളിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ട ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലസ് ആർഗ്യുമെൻറ്റ് കാണാൻ പഠിക്കണം. ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് കാണാൻ പഠിക്കണം. 2 കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ്, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ പ്രോഡക്റ്റ്, അതിൻ്റെ കോഷ്യൻ്റ് അത് കാണാൻ പഠിക്കണം. പിന്നെ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ പഠിക്കണം. പോളാർ തന്നാൽ മറ്റേ കോംപ്ലക്സ് നമ്പർ x+iy ഫോമിൽ ചെയ്യാനും പഠിക്കണം. ഇതൊക്കെ പാർട്ട് എ, ബി, സി ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഡി മൂവീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. ഓക്കെ. പിന്നെ കോംപ്ലക്സ് ലോഗരിതം, കോംപ്ലക്സ് പവേഴ്സ്, ഹൈപ്പർബോളിക് ഫങ്ഷൻസ്. ഹൈപ്പർബോളിക് ഫങ്ഷൻ അതിൻ്റെ കോസ് എച്ച്, സൈൻ എച്ച് ഇല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽ, ആ കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നല്ല വൃത്തിക്ക് പഠിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്കീം അനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ പൂർണ്ണമായിട്ട് വിട്ട് കളയുക. ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക, നല്ലതുപോലെ എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോഴത്തെ സ്കീം അങ്ങനെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലെ ചോയ്സ് ഉണ്ട്. ആ ചോയ്സിൻ്റെ അത്രയും നിങ്ങൾക്കിപ്പം പാർട്ട് ഡിയിൽ 6 ചോദ്യത്തിൽ നിന്ന് 2 മതി. നേരത്തെ 4 2 ഇപ്പോൾ 6 2 ആണെങ്കിൽ 6 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവിടെ കാണും. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം സ്കോർ ചെയ്യുക. പാർട്ട് ബി ആണെങ്കിലും പാർട്ട് സി ആണ്. പാർട്ട് എയിൽ പിന്നെ കമ്പൽസറി 10 ചോദ്യമാണ്. അത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പാർട്ട് എയിലെ 10 ചോദ്യം നിങ്ങൾക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലേലും
10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. മാത്സിലെ ഒരു ക്വസ്റ്റ്യൻ തെറ്റുക ഔട്ട് ഓഫ് സിലബസും ഒക്കെ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മാത്രമേ അതിന് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പം S1 ഫിസിക്സ്, S1 കെമിസ്ട്രി നിങ്ങൾക്ക് മാത്സിന് ഏറ്റവും കൂടുതൽ മാർക്ക്, ഫുൾ മാർക്ക് തന്നെ കിട്ടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.